ആ തിരുവിൽ ഒരു എത്ര പോകുന്ന സാധനം അവിടെ തെറിച്ച് വന്നിട്ട് ഇവിടെ കിടക്കണു. അത് ഇവിടെ കിടന്ന് പൊട്ടി. ജനലുകളുടെ ഗ്ലാസ്സുകൾ കംപ്ലീറ്റ് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ വാർപ്പിന് ചെറിയ ചേമ്പിൻ്റെ 2-3 സ്ഥലത്ത് ചിന്നൽ പറ്റിയിട്ടുണ്ട്. വാർപ്പിൻ്റെ സൺസൈഡിൻ്റെ ഒരു കഷ്ണം അങ്ങനെ അടന്ന് താഴ്ത്ത് വീണ് പോയിട്ടുണ്ട്. കൈയും കാലൊക്കെ വന്ന് കിടന്നത് ഈ സ്ഥലത്താണ്. ഒരു കാല് പറക്കി കൊണ്ടുപോയത് ഇവിടുന്ന്. മുണ്ടത്തിക്കോട് സ്ഫോടനം നടന്ന സ്ഥലത്തെ തൊട്ടടുത്ത വീട്ടിലെ ആണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അവിടെയുള്ള ബാബുച്ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബാബുച്ചേട്ടൻ ഇതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു അവസ്ഥ? ഒരു 3 മണി 3:10 കൂടിയിട്ടാണ് സൗണ്ട് കേട്ടത്. ഞങ്ങൾ വീട്ടിൽ ഊണൊക്കെ കഴിഞ്ഞ് പെരുന്നാളായിരുന്നു. ഇവിടെ ഊണൊക്കെ കഴിഞ്ഞ് അകത്ത് കിടക്കുമായിരുന്നു. കിടക്കണ നേരത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇടിവെട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഏറ്റു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പൊട്ടലോട് കൂടിയിട്ട് നോക്കിയപ്പോൾ പിരിപിരാന്ന് ഗ്ലാസ്സുകൾ അകത്ത് നിറഞ്ഞു വീണു. വീണപ്പോഴേക്കും പിള്ളേർ നുള്ളുള്ളി തുടങ്ങിയ ആൾക്കാർ ഞങ്ങൾ വാതിൽ തുറന്ന് പിള്ളേരെ എടുത്തു, കുട്ടികളെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള എല്ലാവരും ഇത് കേട്ടിട്ട് പുറത്താ റോട്ടിൽ നിൽക്കുന്നുണ്ട്. റോട്ടിലേക്കുമ്പോൾ ഞങ്ങളുടെ ഈ സൈഡിൽ വീടിൻ്റെ ആ തിരുവിൽ ഒരു എത്ര പോകുന്നൊരു സാധനം അവിടെ തെറിച്ച് വന്നിട്ട് ഇവിടെ കിടക്കണു. അപ്പോൾ അതെടുക്കാൻ നോക്കിയപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് അപ്പോഴേക്കും ഓളിയിട്ട് തുടങ്ങിയത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നോക്കിയപ്പോൾ അത് സ്വല്പം കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി. അത് ഇവിടെ കിടന്ന് പൊട്ടി. ഇവിടെ കിടന്ന് ഈ മൂലയ്ക്ക് നിങ്ങൾ എല്ലാ വീട്ടുകാരും ഓടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് റോട്ടിലേക്ക് ഓടാച്ചിട്ട് നോക്കുമ്പോൾ ആ സാധനം ഇത്ര പോകുന്നൊരു സാധനം അവിടെ എടുക്കണു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് അയ്യോ അത് പൊട്ടി തെറിക്കുക കഴിഞ്ഞ് പൊട്ടി തെറിച്ചിട്ട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് പൊട്ടിയപ്പോൾ അപകടമൊന്നും ഉണ്ടായില്ല അവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും പാടത്തേക്ക് ഓടി. ഞാൻ കുട്ടികളെടുത്ത് പാടത്തേക്ക് ഓടി. അവർ അങ്ങോട്ട് ഓടി. ഒരു 10-15 മിനിറ്റ് നേരം നിന്നലയ്ക്കത്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ വരെ പൊട്ടി പ്രായപുരസ്സർക്കും ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. അതിന് ഇടയ്ക്ക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. വളരെക്കാൻ വേണം 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ശാന്തമായപ്പോഴാണ് പിന്നെയും പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊരു 6:30 വരെയും പൊട്ടിക്കൊണ്ടിരുന്ന അവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം അടിച്ചപ്പോൾ കംപ്ലീറ്റ് നോക്കിയപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, വെള്ളമൊക്കെ നിന്നു. ഈ സംഭവം നടന്ന സ്ഥലത്ത് വന്ന് ഇവിടെ എത്ര ദൂരമുണ്ട്? ഇവിടെ ഒരു 3 പോസ്റ്റുകൾ, ഒരു 50 മീറ്റർ 50-60 മീറ്റർ നീളമുള്ളൂ. നിങ്ങൾ അന്ന് ഇതുണ്ടാവുന്ന എല്ലാവർക്കും പിന്നെ അവർക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. കുറേ ആൾക്കാരെ പണിക്കാരെല്ലാം വെച്ചിട്ട് ആരും അത്ര കംപ്ലൈൻറ്റും പ്രശ്നങ്ങളും ഉണ്ടായില്ല. അത് ഇത്ര സ്ട്രോങ്ങുള്ളതും ഇത്ര വലിയ പടക്കങ്ങളും പൊട്ടിക്കുന്നത് നിങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് എല്ലാവരും ജീവിതമാർഗ്ഗമല്ലേ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പോയിരുന്നത്. അങ്ങനെ ഒരു 50 മീറ്റർ നീളം അത്രയേ ഉള്ളൂ. അങ്ങോട്ട് 50-60 മീറ്റർ. ഇവിടുന്ന് എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ ഉണ്ടായാലേ? ഇവിടെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഒരു തിരുവമ്പാടിയിൽ തന്നെ ഇപ്പോൾ ഒരു 6-7 വർഷമായതുകൊണ്ട് തിരുവമ്പാടിയുടെ ഇവിടെ പൊട്ടി 6-7 വർഷം പോരാ. അതിന് മുമ്പ് തുടങ്ങിയിട്ട് ഇവിടെ തിരുവമ്പാടിയിൽ നെന്മാറയാണ് എവിടെയൊക്കെ അങ്ങനെ കത്തിക്കാവ് പൊട്ടിക്കൽ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-8 കൊല്ലമായി. ഇത്രയും സ്ട്രോങ് ഇത്രയും സാധനങ്ങളൊന്നും പൊട്ടിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നാലും എന്തെങ്കിലും ആയിക്കോട്ടെ. കുറേ ആൾക്ക് 40-50 ആൾക്കാർ പണിക്കാരുണ്ടായിരുന്നു. അവർക്ക് ജീവിതമാർഗ്ഗമല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പോയതായിരുന്നു. പിന്നെ പൊട്ടിത്തെറി ഉണ്ടാവുന്നത് പ്രതീക്ഷയില്ലോ. നിങ്ങളിപ്പോൾ വീടിന് ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ഇവിടെ വീടിന് ജനലുടെ ഒറ്റ ഗ്ലാസ്സുകളില്ല. ഒരു 10, 16, 13 ജനലുകളുടെ ഗ്ലാസ്സുകൾ കംപ്ലീറ്റ് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ വാർപ്പിന് ചെറിയ ചേമ്പിൻ്റെ 2-3 സ്ഥലത്ത് ചിന്നൽ പറ്റിയിട്ടുണ്ട്. വാർപ്പിൻ്റെ സൺസൈഡിൻ്റെ ഒരു കഷ്ണം അങ്ങനെ അടന്ന് താഴ്ത്ത് വീണ് പോയിട്ടുണ്ട്. മറ്റുള്ള വീട്ടുകാരുടെ സിറ്റുവേഷൻ ഇവിടെയുള്ള എല്ലാ വീട്ടുകാർക്കും പറ്റിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഉള്ള ചുറ്റുവട്ടത്തുള്ള ഞങ്ങളുടെ എല്ലാ വീട്ടുകാർക്കും സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഗ്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ചിലവരെ കട്ടള വരെ ഇളകിയിട്ടുണ്ട്. കട്ടളയും ജനല വരെ ഇളക്കി പോകുന്നുണ്ട്. അതേപോലെ നിങ്ങൾ പിന്നെ കട്ടളയ്ക്കൊന്നും പറ്റി കുഴപ്പം കാണാനില്ല. ഇനിയിപ്പോൾ നോക്കിയില്ലല്ലോ. കട്ടളയ്ക്കൊന്നും കുഴപ്പമില്ല. ജനല ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് പോയിക്കണേ. അവിടുന്ന് ഈ സ്ഫോടക വസ്തു ഇവിടം വരെ വന്ന് തെറിച്ചോ? ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ അവിടെ വന്ന് കിടന്നിരുന്നേ ആ മൂലക്കിൽ. അത്രയും വരെ അമ്മമാര് കൈയും കാലൊക്കെ വന്ന് കിടന്നത് ഈ സ്ഥലത്താണ്. ഒരു കാല് പറക്കി കൊണ്ടുപോയത് ഇവിടുന്ന്. നിങ്ങളുടെ ഈ തൊട്ടേ ഇവിടുന്ന് പോലീസുകാരുടെ ഇവിടെ കാല് പറക്കി കൊണ്ടുപോയി. ഇതൊക്കെ അത്രയും സ്ഥലത്ത് വന്നല്ലേ അവന്മാർ എന്ത് ചെയ്യുക പാവങ്ങള്. ഇപ്പം നിലവിൽ 14 മരണം തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി കാഷ്വാലിറ്റി കൂടും സാധ്യതയുണ്ടല്ലേ? 13 അങ്ങനെ പറഞ്ഞ മാതിരി കേട്ടോ. ഇപ്പോൾ 14 ആയിരുന്നൊന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ TV ഒന്നും ഓൺ ചെയ്യില്ല. TVയുടെ മുളക്കൊക്കെ വീണിട്ട് TVയൊക്കെ വിരിച്ചേക്കുക. ഒക്കെ ഗ്ലാസ്സുകളും കാര്യം ചില്ലും പറക്കിയിട്ട്. അത് എത്രയായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോൾ നേരത്തെ പോലീസ് സാറിനോട് ചോദിച്ചപ്പോൾ സാറ് ഈ 17 പേരാണ് അതുകൊണ്ട് ഹോസ്പിറ്റലുണ്ട്. 90% പരിക്കേറ്റവരുണ്ട്. 80-60 ഒക്കെ പൊള്ളലേറ്റവരുണ്ട്. 13 ആൾ മരിച്ചിട്ടുണ്ടെന്നാണ് സാറുമാർ ഇവിടെ ഇരുന്നായിരുന്നു. ഒക്കെ എല്ലാവരും ഇവിടെ ഇരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരു 13. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്തിനാണ് അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചവരോട്. ഇപ്പോൾ ഒഴിവായിട്ടുള്ളൂ. അപ്പോൾ അവർ ഇനി കിട്ടാണ്ടെന്ന് തോന്നുന്നു. എത്ര ആൾ മൊത്തം ഉണ്ടെന്നുള്ളത് അവർക്ക് കണക്ക് കിട്ടിയില്ലായിരുന്നു. അതാണ് ഇപ്പോൾ അവർ വെയിറ്റ് ചെയ്യണം. അവരോടെ കണക്ക് കിട്ടിയാൽ അവർക്ക് ഉറപ്പാക്കാം. എത്ര ആളെ ഹോസ്പിറ്റലുണ്ട്, തള്ളി മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കണക്ക് ഉറപ്പായില്ലോ. ഇതിപ്പോൾ അവർക്ക് എത്ര ആളെ ഉണ്ടായിരുന്നു വർക്കിലുണ്ടായിരുന്നുള്ളത് അവർക്ക് അറിവില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ്
ഈ തൊട്ടടുത്ത വീട്ടിലൊക്കെ വലിയ ഭീതിയിലാണ് വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നത്. വീട്ടിലെ ജനലുകളും സാധനങ്ങളൊക്കെ പൊട്ടി തെറിച്ചിരിക്കുകയാണ്. വൻ ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.